നമസ്കാരം. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു വർഷക്കാലഘട്ടം എന്താണ് ഇത്ര പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വ്യാഴം രാശി മാറിയിരിക്കുകയാണ്, ശനി രാശി മാറിയിരിക്കുകയാണ്, രാഹുവും കേതുവും രാശി മാറിയിരിക്കുകയാണ്. ഈ രാശിമാറ്റം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ദോഷപരമായ അനുഭവങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം മാസത്തിൽ ഒരു ദിവസം ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ എന്ന രീതിയിൽ വലിയൊരു പൂജ നടന്നു വരികയാണ്. ആ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അത് ജോലി സംബന്ധമാകാം, വിവാഹ സംബന്ധമാകാം, ചിലപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട്, എന്തു തന്നെയായാലും ആ ഒരു വിഷയവും കൂടി കണക്കിലെടുത്താണ് നമ്മൾ പ്രാർത്ഥനയും പൂജയും നടത്തി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ചാൽ അത് ഞങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹവും സന്തോഷവും തന്നെയാണ്. ഇത്രയെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമാണ് ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ വ്യാഴം രാശി മാറിയപ്പോൾ വ്യാഴം നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. അപ്പോൾ 11ാം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ നേട്ടങ്ങളാണ് പറയുന്നത്. നേട്ടങ്ങൾ വന്നു ചേരുന്നു, ധനപരമായ നേട്ടം ഉണ്ടാകുന്നു, ജോലിയിൽ ഉന്നതി ഉണ്ടാകുന്നു, ജോലി സംബന്ധമായ നേട്ടം, ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്നു, അവർക്ക് എല്ലാ മേഖലയിലും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നു, സാമ്പത്തികപരമായ നല്ല ഉയർച്ച വരുന്നു. നിത്യവും ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി കിട്ടുകയും സാമ്പത്തിക നേട്ടമുണ്ടാകുകയും ചെയ്യുന്നു. ഇവർക്ക് ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ നറുക്കെടുപ്പിലുള്ള ഒരു സമ്മാനങ്ങൾ ലഭിക്കുകയോ അങ്ങനെ ഈശ്വര അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വർഷക്കാലഘട്ടം എന്ന് തന്നെ പറയാം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടാണ് ഇത്രയും നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നത്. എന്നാൽ അതേസമയം ധനപരമായ നേട്ടങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ആരോഗ്യപരമായിട്ടൊരു ബുദ്ധിമുട്ട് നമുക്കിവിടെ കാണുകയാണ്. കാരണം ശനി നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ്. അഷ്ടമ ശനിദോഷം എന്നാണ് പറയുന്നത്. 8ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുന്നു. ചിലപ്പോൾ ഹോസ്പിറ്റൽ വാസം വരെ കാണുന്നുണ്ട്. പലതരം തടസ്സങ്ങൾ, ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം അവർ വീണ്ടെടുക്കുവാൻ സാധിക്കാതെ അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നൊരവസ്ഥ, കാര്യ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ വ്യാഴത്തെ കൊണ്ട് ഗുണപരമായ അനുഭവവും ശനിയെക്കൊണ്ട് ദോഷപരമായ അനുഭവങ്ങളും മാത്രമാണ് ഈ ഒരു വർഷക്കാലഘട്ടം വരുന്നത്. ശനി മാറുന്നത് ഒരു വർഷക്കാലഘട്ടം കഴിഞ്ഞിട്ടല്ല, 2.5 വർഷ കാലഘട്ടം കഴിയുമ്പോഴാണ് ശനി മാറുന്നത്. തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരു 2.25 വർഷം വരെ ബാലൻസ് കിടക്കുക, അത് ബാക്കിയുണ്ട്. അത്രയും കാലം ശനിദോഷം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. തുടർന്ന് വ്യാഴത്തിൻ്റെ ഗുണപരമായ അനുഭവങ്ങൾ ഒരു വർഷക്കാലഘട്ടം നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഗുണപരമായ അനുഭവം ശനിയുടെ ദോഷപരമായ അനുഭവവും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സർപ്പൻ നിൽക്കുന്നതാണ്. 7ാം ഭാവത്തിലാണ് സർപ്പൻ നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ സർപ്പൻ നിൽക്കുമ്പോൾ വിവാഹ സംബന്ധമായ പ്രശ്നം, വിവാഹ തടസ്സങ്ങൾ, കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം, എന്നും കലഹങ്ങൾ, നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം, പിരിഞ്ഞിരിക്കുക, അകന്നിരിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പിരിഞ്ഞ് മാറി നിൽക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. പലരുടെയും ജാതകം പരിശോധിക്കുമ്പോൾ ജാതകത്തിൽ ദോഷങ്ങളൊന്നുമില്ല. ചാരവശാൽ സർപ്പൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ കുടുംബ പ്രശ്നം വരെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പ്രണയ പരാജയങ്ങൾ സംഭവിക്കുന്നു,
ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷമില്ലാതെ പിരിഞ്ഞു മാറി നിൽക്കുന്നൊരവസ്ഥ, ഇവയെല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം സൂക്ഷിക്കുക. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, ആരോഗ്യപരമായ ബുദ്ധിമുട്ട് വരാം, സാമ്പത്തിക നേട്ടവും ഉണ്ടാകാം. അതിനോടൊപ്പം തന്നെയാണ് കേതു നിൽക്കുന്നത് ചിങ്ങം രാശിയിൽ തന്നെയാണ്. അപ്പോൾ കേതുവിൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ എന്തിട്ട് കാര്യത്തിനിറങ്ങിയാലും എല്ലാത്തിനും തടസ്സം തന്നെയാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നോ എല്ലാത്തിനും തടസ്സം വന്നുകൊണ്ടിരിക്കും. ഒരു കാര്യത്തിലും പൂർത്തീകരിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്കത് തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. എവിടെ തൊട്ടാലും തടസ്സങ്ങൾ. നമ്മൾ തന്നെ മടിയുണ്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നത്താൽ നമ്മൾ മാറി നിൽക്കുന്നു. ഒന്നും പുതുതായി തുടങ്ങുന്നില്ല. എല്ലാം തുടങ്ങുമ്പോഴും ഒരു ഭയം. ബിസിനസ്സിലായാലും ശരി, അല്ലെങ്കിൽ പഠിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോഴേക്കും അവർക്കൊരു മടി, അലസത, ഉറക്കം കൂടുതൽ, ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല കാലം, അതായത് ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ 3 തരം ദോഷങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ ഗുണപരമായ അനുഭവം ജീവിതത്തിൽ വരികയും ശനിയുടെ ദോഷവും രാഹുവിൻ്റെ ദോഷവും കേതുവിൻ്റെ ദോഷവും അനുഭവിക്കേണ്ട അവസ്ഥ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്ന ഒരു വർഷക്കാലഘട്ടം തന്നെയാണ് ചിങ്ങം രാശിക്കാർക്കുള്ളത്. ധനപരമായ നേട്ടമുണ്ടെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യതടസ്സങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പൂജിക്കുക, ഗണപതിക്ക് നാളികേരം മുടയ്ക്കുക. പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമം. ശനിദോഷ പരിഹാരത്തിന് നീരാഞ്ജനം, അയ്യപ്പന് നീരാഞ്ജനം കഴിപ്പിക്കുക. അയ്യപ്പനോ ശാസ്താവിനോ ശനീശ്വരദേവനോ എള്ളുകിഴിയോ അല്ലെങ്കിൽ നെയ്വിളക്കോ നെയ്യഭിഷേകമോ നല്ല ശുദ്ധമായ നല്ലെണ്ണ അഭിഷേകമോ എള്ളു പായസ വഴിപാടോ അരവണ പായസ വഴിപാടോ എന്തു തന്നെയായാലും ചെയ്യുന്നത് ഉത്തമം. രാഹുദോഷ പരിഹാരത്തിനായി ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുക, സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക, ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുക, നാരങ്ങമാല അർപ്പിക്കുക, നാരങ്ങ വിളക്ക് തെളിയിക്കുക. ഇവയെല്ലാം നമുക്ക് ഉത്തമമായിരിക്കും. അങ്ങനെ തടസ്സങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ കൂടുതലായി വരുന്നതിനും വിഷ്ണു ഭഗവാനെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയാണ്.